ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പൊക്ക് വടയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പൊക്ക് വടയാണ്. ഇതിന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇതിനേക്കാളും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മല്ലിച്ചപ്പൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പൊക്ക് വടയിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമ്മളൊരു 3 സവാള സ്ലൈസ് ചെയ്ത് നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്താണ്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ കൂടി ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചോപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇടുക. പൊക്ക് വട ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മളതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പാണ് ചേർക്കുന്നത്. മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ട് കൈവച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി, കടലപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. അത് കുഴച്ച് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. അതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. പൊക്ക് വടക്കുള്ള മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ പൊക്ക് വട റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് വാങ്ങാം, ബാക്കിയും കൂടി ചുട്ടെടുക്കാം. നമ്മളെ പൊക്ക് വട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ ഉള്ളി ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.